ഹായ് ഫ്രണ്ട്സ്, ടെക്സ് ആൻഡ് നോട്ട്സിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളിന്ന് ഹാവിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് ഹാവിൻ്റെ മീനിങ് എന്നുള്ളത്. ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പൊസസ് ചെയ്യുന്നു, പൊസഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹാവ്. ഹാവിന് മറ്റ് പല ഉപയോഗങ്ങളും ഉണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹാവിൻ്റെ ഉണ്ട് എന്നുള്ള ആ ഒരു മീനിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തിൻ്റെ എല്ലാം ഒപ്പം എങ്ങനെയെല്ലാം ഹാവ് ഉപയോഗിക്കാം, ഹാവ് ഉപയോഗിച്ചുള്ള ചില ക്വസ്റ്റ്യൻസ്, പ്രധാനമായിട്ടും ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കപ്പോൾ നോക്കാം. ഒറ്റ വാക്കിൽ ഉണ്ടോ അല്ലെങ്കിൽ നിനക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യം എങ്ങനെയാണ് ഹാവ് ഉപയോഗിച്ച് ചോദിക്കാമെന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ. ഡു യു ഹാവ്, ഡു യു ഹാവ്, നിനക്കുണ്ടോ. ഡു യു ഹാവ്, അവർക്കുണ്ടോ. ഡു ദൈ ഹാവ്, ഡു ദൈ ഹാവ്, നമുക്കുണ്ടോ. ഡു വി ഹാവ്, ഡു വി ഹാവ്, എനിക്കുണ്ടോ. ഡു ഐ ഹാവ്, ഡു ഐ ഹാവ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. നിനക്ക് പ്രശ്നമുണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണല്ലേ. ഡു യു ഹാവ് എ പ്രോബ്ലം, ഡു യു ഹാവ് എ പ്രോബ്ലം. അവർക്ക് പ്രശ്നമുണ്ടോ? അവർക്കെന്ന് പറയാൻ നമുക്കറിയാം they ആണ് ഉപയോഗിക്കുക. ഡു they ഹാവ് എ പ്രോബ്ലം, ഡു they ഹാവ് എ പ്രോബ്ലം. ഇനി നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡു വി ഹാവ് എ പ്രോബ്ലം, ഡു വി ഹാവ് എ പ്രോബ്ലം. ചിലപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കാറുണ്ട്, ചേട്ടാ ഇനി എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതെങ്ങനെയാണ്? ഡു ഐ ഹാവ് എ പ്രോബ്ലം, ഡു ഐ ഹാവ് എ പ്രോബ്ലം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ഹാവ് ടുഡേ. ഇപ്പോൾ ഈ ഹാവിൻ്റെ ഒട്ടനവധി ഉപയോഗങ്ങൾ ഇനിയുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് വഴിയെ പരിചയപ്പെടാവുന്നതാണ്. സോ ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ, ഗുഡ് ബൈ.